ആലപ്പുഴ അമ്പലപ്പുഴയിൽ കൊന്നു കുഴിച്ചു മൂടിയ വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തി. യുവതിയുടെ ആൺസുഹൃത്ത് ജയചന്ദ്രന്റെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിലാണ് കണ്ടെത്തിയത്. മനീഷ് ഐഷ മാത്യുവിന്റെ വിശദാംശങ്ങളുമായി. മനീഷ്, ഏറ്റവും പുതിയ വിവരങ്ങൾ. നിലവിൽ ഈ ജയചന്ദ്രന്റെ വീടിനോട് സമീപമുള്ള തുറസായ സ്ഥലത്താണ് മൃതദേഹം കുഴിച്ചിട്ടതായി ജയചന്ദ്രൻ മൊഴി നൽകിയത്. ഇവിടെ പോലീസ് സംഘം മണ്ണ് നീക്കം ചെയ്ത് പരിശോധന പുരോഗമിക്കുകയാണ്. ആ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയുള്ള ഒരു നിർണായക വിവരം ലഭ്യമാകുന്നത്. ഈ പ്രദേശത്ത് അതിരൂക്ഷമായ ദുർഗന്ധമാണ് നിലവിലുള്ളത്. മുൻപ് സമാനമായ രീതിയിൽ സുഭദ്ര വധക്കേസിൽ ഇത്തരത്തിൽ ഈ മണ്ണ് മാറ്റിയപ്പോൾ തന്നെ ദുർഗന്ധം വമിച്ചിരുന്നു. സമാനമായ രീതിയിലാണ് നിലവിൽ ഇവിടെ ഈ വിജയലക്ഷ്മിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മണ്ണ് മാറ്റിയപ്പോൾ അതിരൂക്ഷമായ ദുർഗന്ധം പ്രദേശത്തുള്ളത്. ഈ ഒരു ഇതിൽ തന്നെ ഇവിടെ തന്നെയാണ് മൃതദേഹം മറവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. അല്പസമയത്തിനുള്ളിൽ തന്നെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തതിനു ശേഷം ഈ മൃതദേഹം പുറത്തെടുക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇത് കൊല്ലപ്പെട്ടത് വിജയലക്ഷ്മി തന്നെ എന്ന് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇത്ര ദിവസം പഴക്കമുള്ളത് കൊണ്ട് തന്നെ ഈ മൃതദേഹത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാവാം, അഴുകിയിട്ടുണ്ടാവാം. അങ്ങനെയെങ്കിൽ മൃതദേഹം പുറത്തെടുക്കുമ്പോൾ ആദ്യ ഘട്ടം എന്ന നിലയ്ക്ക് പ്രാഥമിക ഘട്ടം എന്ന നിലയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കും. വിജയലക്ഷ്മിയുടെ കുടുംബത്തെ അടക്കം ഇവിടെ എത്തിച്ചായിരിക്കും ഈ മൃതദേഹം ഇവിടെ തന്നെയാണോ എന്നുള്ള കാര്യം സ്ഥിരീകരണം നടത്തുക. അതിനുശേഷമായിരിക്കും ഫോറൻസിക് സംഘത്തിനടക്കമുള്ള പരിശോധനയും പിന്നീട് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള ഘട്ടത്തിലേക്ക് കടക്കുക. ഇപ്പോൾ ഈ നിമിഷം നമുക്ക് പറയാൻ കഴിയുക ഇവിടെ മൃതദേഹം ഉണ്ട് എന്നുള്ള കാര്യമാണ്. മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. അതിനി വിജയലക്ഷ്മിയുടേതാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ചില ശാസ്ത്രീയമായി സ്ഥിരീകരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ മണ്ണ് മാറ്റി തുടങ്ങുമ്പോൾ തന്നെ അതിരൂക്ഷമായ ഒരു ദുർഗന്ധം ഇവിടെ വമിക്കുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ ആഴത്തിലല്ല ഈ കുഴിയെടുത്ത് മൃതദേഹം മറവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം മണ്ണ് മാറ്റി തുടങ്ങിയപ്പോൾ തന്നെ അതിരൂക്ഷമായ ഒരു ദുർഗന്ധം ഈ പ്രദേശത്ത് വമിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ടാവുക വലിയ ആഴത്തിലല്ല. എങ്ങനെയാണ് മൃതദേഹം മറവ് ചെയ്തിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ജയചന്ദ്രൻ നൽകിയ മൊഴി അനുസരിച്ച് ഇവരെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെയാണോ കൊലപ്പെടുത്തിയത്, എന്തെങ്കിലും തരത്തിൽ ശാരീരികമായുള്ള ഉപദ്രവം വിജയലക്ഷ്മി നേരിട്ടുണ്ടായിരുന്ന അടക്കമുള്ള കാര്യങ്ങൾ പുറത്താക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ അറിയേണ്ടത് ഈ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പ്രാഥമിക ഘട്ടം നിലയിൽ പ്രാഥമിക ഘട്ടം നിലയിൽ ഇവരാണോ എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുള്ള നടപടികൾ പോലീസ് ആദ്യഘട്ടം ആരംഭിക്കുക. അതിനുശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ കൊലപാതകം സംബന്ധിച്ച്, എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് സംബന്ധിച്ച് അടക്കമുള്ള ചില വിവരങ്ങൾ പുറത്തുവരുന്നതിന് നാളെ നടക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം നിർണായകമാകും. എന്തായാലും ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയതെന്ന് പറയാൻ കഴിയും. ഇനിയും ഈ മൃതദേഹം പുറത്തെടുക്കുക എന്നുള്ള ഒരു സമഗ്രമായ ജോലിയാണ്. നമുക്കറിയാവുന്നത് പോലെ തന്നെ ഏറെ നാൾ പഴക്കമുള്ള ഒരു മൃതശരീരമായതുകൊണ്ട് ഇത് പുറത്തെടുക്കുമ്പോൾ ചില തടസ്സങ്ങളുണ്ട്. മാത്രമല്ല ഇവരുടെ വസ്ത്രങ്ങളടക്കം എല്ലാം കത്തിച്ചു എന്നുള്ള നിലയ്ക്കാണ് ജയചന്ദ്രൻ മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിവസ്ത്രമായിട്ടുള്ള ഈ മൃതശരീരം പുറത്തെടുക്കുമ്പോൾ എന്തായിരിക്കും ഈ ശരീരത്തിന്റെ അവസ്ഥ എന്നുള്ള കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പുറത്തെടുത്തതിന് ശേഷം ഈ മൃതദേഹം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ഇത് വിജയലക്ഷ്മിയുടെ തന്നെയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കണം. അതിനുശേഷമായിരിക്കും ബാക്കി നടപടികളിലേക്ക് കിടക്കുക. എന്തായാലും അമ്പലപ്പുഴയിൽ നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജയചന്ദ്രന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന ആരംഭിച്ചപ്പോൾ ഇവിടെ നിന്ന് മൃതദേഹം കണ്ടെത്തി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം. എന്തായാലും അമ്പലപ്പുഴയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായി വിജയലക്ഷ്മിയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിൽ തന്നെയായിരുന്നു മൃതദേഹം. മനീഷ്, ഇതുവരെ ജയചന്ദ്രൻ പറഞ്ഞതനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി എന്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ തുടർ നടപടികൾ? പ്രധാനമായും ഈ മൃതദേഹം വിജയലക്ഷ്മിയുടേതാണെന്ന് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത്. കാരണം ശാസ്ത്രീയമായ തെളിവുകൾ കോടതിയിൽ നിർണായകമാകും. അതുകൊണ്ട് തന്നെ ഈ ലഭിച്ചിരിക്കുന്ന മൃതദേഹം ഈ വിജയലക്ഷ്മിയുടെ തന്നെയാണ് എന്നുള്ള സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്കായിരിക്കും ആദ്യം കടക്കുക. അതിന് മുമ്പായി ഈ മൃതശരീരം പുറത്തെടുത്തതിന് ശേഷം പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ഫോറൻസിക് വിഭാഗത്തിന്റെ ഒരു തെളിവെടുപ്പ് ഉണ്ടാവും. ഈ തെളിവെടുപ്പ് അതായത് സാമ്പിളുകളടക്കം ഫോറൻസിക് വിഭാഗം ശേഖരിക്കും. അതിനുശേഷം ഇത് പരിശോധനയ്ക്ക് അയക്കുകയാണ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ വിജയലക്ഷ്മിയെ ജയചന്ദ്രന്റെ ഭാര്യ അടക്കം കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ അവരെ എല്ലാം നിർത്തി ഒരു സ്ഥിരീകരണം, അതായത് ഇത് വിജയലക്ഷ്മിയുടെ തന്നെ മൃതദേഹമാണെന്ന കാര്യത്തിൽ സ്ഥിരീകരണം പോലീസ് നടത്തിയേക്കും. അതിനുശേഷമായിരിക്കും വിജയലക്ഷ്മിയുടെ കുടുംബത്തെ അടക്കം ഇവിടെ എത്തിച്ച് ഈ മൃതശരീരം അവരുടെ തന്നെയാണെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുക പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ. പക്ഷെ അപ്പോഴും തെളിവുകൾ പൂർണ്ണമാകില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി ഇത് വിജയലക്ഷ്മിയാണെന്ന് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. ഈ മൃതശരീരം ഇന്നിവിടെ നിന്ന് പുറത്തെടുത്തതിനു ശേഷം
കൊണ്ടുപോവുക വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കാവും. അവിടെ എത്തി നാളെ പൂർത്തിയാകുന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ, ശാസ്ത്രീയമായ തെളിവുകളെല്ലാം തന്നെ പോലീസിന് ശേഖരിക്കാൻ കഴിയുക. നിലവിലിപ്പോൾ പോലീസ് പ്രധാനമായും പരിശോധിക്കുന്ന മറ്റൊരു കാര്യം ഈ കൃത്യത്തിന് ജയചന്ദ്രൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇത്രയും തുറസായ ഒരു സ്ഥലത്ത്, ഇത്രയേറെ ആളുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് സ്വന്തമായ നിലയ്ക്ക് കുഴിയെടുക്കുകയും പിന്നീട് അവിടെ കൊണ്ട് മൃതദേഹം മറവ് ചെയ്യുകയും എന്ന് പറയുന്ന കാര്യത്തിൽ ചില ഒരു സംശയം പോലീസിന് ഇപ്പോഴും ബാക്കിയായിട്ടുണ്ട്. കാരണം അത് ഒരാളെ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ഒരു നിഗമനം. അങ്ങനെ വരുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടക്കും. ഇപ്പോൾ നിലവിൽ ഇവിടെ പല സ്ഥലങ്ങളിലായി, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 ചുറ്റും വീടുകളുള്ള ഒരു സ്ഥലമാണ്. അവിടുന്ന് പലയിടത്തു നിന്നും ഈ മൃതദേഹം കുഴിച്ചെടുക്കുന്നത് കാണാനുള്ള കൗതുകത്തിൽ നിരവധി ആളുകളാണ് ചുറ്റപ്പെട്ടിട്ടുള്ളത്. അവരും പോലീസും തമ്മിൽ വക്കറ്റം വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം പോലും ഇവിടെ ഇപ്പോൾ നിലവിലുണ്ട്. കാരണം ഈ മൃതദേഹം കാണുന്നതിനായി ഇരുനില കെട്ടിടങ്ങളിലൊക്കെ നിലയുറപ്പിച്ചിരിക്കുന്നവരെ പോലീസ് അവിടുന്ന് മാറ്റുകയും അവരും പോലീസും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. കാരണം ഇത്തരമൊരു കൊലപാതകം നടന്നു കഴിഞ്ഞ് ഈ പുറത്തെടുക്കുന്ന മൃതദേഹം കാണാനുള്ള ആളുകളുടെ കൗതുകം ഇവിടെ എല്ലാവരും തന്നെ തടിച്ചുകൂടിയിരിക്കുന്ന സാഹചര്യമാണ്. ഈ തടിച്ചുകൂടിയവരാരും തന്നെ ഈ ജയചന്ദ്രനെ പറ്റി ഒരു മോശം അഭിപ്രായമുള്ളവരല്ല. മാത്രമല്ല അയാളുമായി കാര്യമായി സംസാരിക്കാറ് വിളിച്ചിട്ടുള്ളവരല്ല. മാത്രമല്ല ഇവരാരും തന്നെ ഈ വിജയലക്ഷ്മിയെ ഇവിടെ എത്തിയതായി കണ്ടിട്ടുമുള്ളതല്ല. പക്ഷെ അപ്പോഴും ഇങ്ങനെ ഒരു കൊലപാതകം നടക്കുകയും ഇത്രയും തുറസായ ഒരു സ്ഥലത്ത് അത് മറവ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് പോലീസ് സംബന്ധിച്ചിടത്തോളം ഒരു സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇത് ജയചന്ദ്രൻ തന്നെയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ അതിലൊരു വിശ്വാസക്കുറവ് ഇപ്പോഴും പോലീസിനുണ്ട്. അതുകൊണ്ട് ഈ മൃതദേഹം പുറത്തെടുത്തതിന് ശേഷം ജയചന്ദ്രനെ കൂടുതൽ ചോദ്യം ചെയ്യും. നിലവിൽ ഇപ്പോൾ ഇവിടെ ആലപ്പുഴ SP ആയിട്ടുള്ള മോഹനചന്ദ്രൻ IPS അടക്കമുള്ളവരുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ കുഴിയെടുക്കുന്ന മണ്ണ് നീക്കം ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പൂർണ്ണമായും മണ്ണ് നീക്കം ചെയ്തതിനു ശേഷം മൃതദേഹം പുറത്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. അതിനുശേഷം നിർണായകമായ ഫോറൻസിക് പരിശോധനകൾ ഉണ്ടാവും. പ്രാഥമിക ഘട്ടം നിലയിൽ ഫോറൻസിക് സംഘം ഇവിടെ നിന്ന് തെളിവുകൾ ശേഖരിക്കും. അത് പിന്നീട് പരിശോധനയ്ക്ക് അയക്കുകയാണ് ചെയ്യുക. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ മൃതശരീരം കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അടുത്ത ഘട്ടത്തിൽ ഇത് പുറത്തെടുക്കുക എന്നുള്ളതും അതിനുശേഷം പരിശോധനയ്ക്ക് അയക്കുക എന്നുള്ളതാണ് പോലീസിന്റെ അടുത്ത നടപടിക്രമമായിട്ടുണ്ടാവുക. ഏതായാലും ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട്, അതായത് കരുനാഗപ്പള്ളിയിൽ ഈ മാസം 6-ാം തീയതി കാണാതായ വിജയലക്ഷ്മിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ ഒരു കൊലപാതകത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി ഇത് കൊല്ലപ്പെട്ടത് വിജയലക്ഷ്മി തന്നെയാണെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. അതിലേക്കുള്ള അടുത്ത ഘട്ടങ്ങളിലേക്കാണ് പോലീസ് കടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് എന്തായാലും മനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ കൊലപാതകം ജയചന്ദ്രൻ ഒറ്റയ്ക്കാണോ ചെയ്തത്, അതോ ജയചന്ദ്രന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ, എത്ര ദിവസമായി കൊലപാതകം നടന്നിട്ട്, എത്ര ദിവസത്തെ പഴക്കമുണ്ട് മൃതദേഹത്തിന് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ മൃതദേഹം പുറത്തെടുക്കുന്ന ശ്രമമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രദേശത്താകെ ശക്തമായ ദുർഗന്ധം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഈ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ വീട്ടുവളപ്പിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. കൊലപാതകം നടന്നത് നവംബർ 7-നാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനീഷ് തുടരുന്നുണ്ട്. മനീഷ്, ഈ ഫോറൻസിക് സംഘം അടക്കം സ്ഥലത്ത് തുടരുകയാണോ? തീർച്ചയായും ആതിര, ഫോറൻസിക് അടക്കം ഇവിടെ ഇപ്പോൾ തുടരുന്ന സാഹചര്യമാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൃതദേഹം കണ്ടെത്തിയതിനപ്പുറത്തേക്ക് ഇത് പുറത്തെടുക്കേണ്ട ഏറ്റവും ശ്രമകരമായ ഒരു ജോലിയിലാണ് പോലീസ് ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്. പൂർണ്ണമായും മണ്ണ് നീക്കം ചെയ്യണം. മണ്ണ് നീക്കം ചെയ്തതിനു ശേഷം ശരീരത്തിന് കേടുപാടുകൾ ഉണ്ടാവാതെ, ഈ ഇത്രയും ദിവസത്തെ പഴക്കമുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിന്റെ ശരീരഭാഗങ്ങൾ വിട്ടുപോകുന്ന അടക്കമുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കേടുപാടുകൾ കൂടാതെ തന്നെ ഈ മൃതദേഹം പുറത്തെത്തിക്കുക എന്നുള്ള ഏറ്റവും ശ്രമകരമായ ഒരു ജോലിയിലാണ് പോലീസ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് പുറത്തെടുത്തതിനു ശേഷമായിരിക്കും ഫോറൻസിക് സംഘത്തിന്റെ ഒരു പ്രാഥമിക പരിശോധന ഉണ്ടാവുക. പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ കുഴിയിൽ നിന്നും ശരീരത്തിൽ നിന്നും എല്ലാം തന്നെ അവർ തെളിവുകൾ ശേഖരിക്കും. കാരണം ഇത് മറവ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഈ ജയചന്ദ്രന്റേതായ തെളിവുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവ കണ്ടെത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റാരുടെയെങ്കിലും സഹായമുണ്ടെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് അത്തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കാൻ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതും ഇക്കാര്യങ്ങൾ മുന്നിൽ തന്നെ പ്രാഥമിക ഘട്ടം നിലയിൽ ഫോറൻസിക് സംഘം തെളിവുകൾ പരിശോധിക്കും, തെളിവുകൾ ശേഖരിക്കും. ഇത് പിന്നീട് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുകയാണ് ചെയ്യുക. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി പോലീസ് ഈ മൃതശരീരം മെഡിക്കൽ കോളേജിലേക്ക് അയക്കുക. പിന്നീട് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ അവിടെയാണ് നടക്കുക. അതിനു മുമ്പ് ഈ മൃതശരീരം പുറത്തെടുത്ത് ഇതിന്റെ മറ്റു നടപടിക്രമങ്ങൾ, ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ആ പരിപാടികളാണ് ഇപ്പോഴിവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്.